लोकसभा के चुनाव में और तमिलनाडु में सरकार बनाने जा रहे हैं। സാധാരണഗതിയിൽ CPM-കാരും കോൺഗ്രസുകാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് വടക്കേ ഇന്ത്യയുടെ പാർട്ടിയാണ്, വടക്കേ ഇന്ത്യൻ പാർട്ടിയാണ്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കിഴക്കൻ നാടുകളിലും വടക്ക് കിഴക്കൻ പ്രദേശമായ ആസാമിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ത്രിപുരയിൽ ഇടതുപക്ഷത്തെ തറപറ്റിച്ച് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഒറീസ BJP ആണ് ഭരിക്കുന്നത്. തെലങ്കാനയിലെ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ തമിഴ്നാട്ടിലും നമ്മൾ സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ്. भाइयों बहनों, हम जब ओडिशा में मेहनत कर रहे थे तब भी हम पर ताने कस रहे थे. ओडिशा में आज भारतीय जनता पार्टी की सरकार बन चुकी है. ഒറീസയിൽ നമ്മൾ പരിശ്രമിച്ചപ്പോൾ എല്ലാവരും നമ്മളെ പരിഹസിച്ചു. പക്ഷേ ഇന്ന് ഒറീസയിൽ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു. आसाम में भी हमें ताने कसे जाते थे. आसाम में भी 2 बार भारतीय जनता पार्टी की सरकार लगातार जीत कर आई है. അസാമിൽ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പരിഹാസമായിരുന്നു. പക്ഷേ തുടർച്ചയായി 2 തവണ അസാമിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തി. और मैं केरल की जनता का धन्यवाद करना चाहता हूं. 2014 के इलेक्शन में केरल की जनता ने भाजपा को 11% वोट दिए. 19 में 16%, 24 में 20% वोट दिया. अब बारी है भाजपा की सरकार बनाने की बारी है. കേരളത്തിലെ ജനങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. 2014 നമുക്ക് 11% വോട്ട് നൽകി. 2019 ആയപ്പോൾ അത് 16%. 2024 ആയപ്പോൾ 20% വോട്ടുകൾ നിങ്ങൾ BJPക്ക് നൽകി. ഇതാ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള അവസരം സമാഗതമായിരിക്കുന്നു.